ഹായ് എവരിവൺ. അപ്പൊ നമുക്ക് കഴിഞ്ഞ വീഡിയോയിൽ ഇന്റർണൽ റീകൺസ്ട്രക്ഷനെ കുറിച്ച് പറഞ്ഞതിന്റെ അടുത്ത എന്താ പറയുക, നമുക്ക് ആ ലോജിക്കൽ ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ കൂടെ ശ്രദ്ധിക്കാനായിട്ടുള്ള ഒരു ക്വസ്റ്റൻ ആണ്. നമുക്ക് നേരത്തെ ക്വസ്റ്റിന് ജസ്റ്റ് ഇങ്ങനെ ഒരു എന്താ പറയുന്ന ഇൻഫർമേഷൻ മാത്രമാണ് തന്നിരുന്നത്. അതിനെ ബേസ് ചെയ്തിട്ട് നമ്മൾ എൻട്രി എഴുതുകയായിരുന്നു. ഈ ക്വസ്റ്റൻ അങ്ങനെയല്ല. നമുക്കൊരു ബാലൻസ് ഷീറ്റ് തരുന്നുണ്ട്. ബാലൻസ് ഷീറ്റിന് ശേഷം നമുക്ക് ഇൻഫർമേഷൻ തരുന്നുണ്ട്. ആ ഇൻഫർമേഷന് ശേഷം നമ്മൾ റിഡക്ഷൻ പ്രോസസ്സ് ടേക്കപ്പ് ചെയ്യുക. അത് കംപ്ലീറ്റ് ചെയ്ത് കഴിയുമ്പോഴത്തേക്കും റിവൈസ്ഡ് ബാലൻസ് ഷീറ്റ് വരയ്ക്കുക എന്നുള്ളതാണ്. അപ്പൊ ഇത് നമുക്ക് ഒരു എസ്സേ ക്വസ്റ്റ്യൻ എന്നുള്ള രീതിയിൽ നമുക്ക് വേണേൽ ചിന്തിക്കാം. എന്നാൽ 7 മാർക്ക് എന്നുള്ള രീതിയിലും സെക്ഷൻ ബിയിലും നമുക്ക് എക്സ്പെക്ട് ചെയ്യുന്നതാണ്. കാര്യം ഇത് വലിയ ടഫ് ഉള്ള ഒരു കാര്യമല്ല. ഞാൻ ആദ്യത്തെ വീഡിയോയിൽ പറഞ്ഞ് സിമ്പിൾ ലോജിക്ക് മാത്രമാണ് നമുക്ക് ഇതിനകത്ത് അപ്ലൈ ചെയ്യാനായിട്ടുള്ളത്. ക്വസ്റ്റ്യൻ വായിച്ചു മനസ്സിലാക്കുക എന്നുള്ളത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. ക്വസ്റ്റ്യൻ വായിച്ച് മനസ്സിലാക്കാൻ സാധിച്ചാൽ തന്നെ നിങ്ങളെ സംബന്ധിച്ചിടത്തോളം ഇത് നിങ്ങൾക്ക് ആൻസർ ചെയ്യാനായിട്ട് പറ്റും. അപ്പൊ നമുക്ക് എന്നാ ക്വസ്റ്റ്യനിലേക്ക് പോകാം. Following is the balance sheet of Water Limited as on 31st March 2025. Shareholders, ഇവിടെ equity capital ഉണ്ട്. ഷെയറിന് 100 രൂപ വെച്ചാണ്. പ്രിഫറൻസ് ഷെയർസ് 7%, അത് 100 രൂപ വെച്ചാണ്. ദെൻ റിസർവ്സ് ആൻഡ് സർപ്ലസ് വന്നപ്പോഴത്തേക്കും പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് നെഗറ്റീവ് ബാലൻസ്, ഡിസ്കൗണ്ട് ഓൺ ഇഷ്യൂ ഓഫ് ഡിബഞ്ചേഴ്സ് നെഗറ്റീവ് ബാലൻസ്, പ്രിലിമിനറി എക്സ്പെൻസസ് നെഗറ്റീവ് ബാലൻസ്. അപ്പൊ ഇത് ആണ് നമുക്ക് റൈറ്റ് ഓഫ് ചെയ്യേണ്ടതായിട്ട് വരുന്നത്. ഇവിടെ തന്നെ നമുക്ക് നോക്കുമ്പോൾ മനസ്സിലാക്കാം 2,40,000 രൂപ മിനിമം നമ്മൾ റൈറ്റ് ഓഫ് ചെയ്യാനായിട്ടുണ്ട്. 2 lakh plus 15,000 plus 25,000 മിനിമം. ഇനി ക്വസ്റ്റ്യൻ വായിച്ചു വരുമ്പോൾ നമുക്ക് ബാക്കി എമൗണ്ടും കൂടെ എത്രയുണ്ടെന്നുള്ളത് നമുക്കൊന്ന് മനസ്സിലാക്കി പോകാം. ദെൻ ഡിബഞ്ചേഴ്സ് 2 ലക്ഷത്തിന്റെ ഉണ്ട്. ട്രേഡ് പേബിൾസ് 2 ലക്ഷം ഉണ്ട്. ടോട്ടൽ ബാലൻസ് ഷീറ്റ് എന്ന് പറയുന്നത് 7,60,000 ആണ്. അസറ്റ് സൈഡിലേക്ക് വരുമ്പോഴത്തേക്കും പ്ലാന്റ് പ്രോപ്പർട്ടി ആൻഡ് എക്യുപ്മെന്റിൽ വരുമ്പോൾ ലാൻഡ് ആൻഡ് ബിൽഡിംഗ്സ് 1,40,000, പ്ലാന്റ് ആൻഡ് മെഷീനറി 1,50,000. ഇൻടാഞ്ചിബിൾ അസറ്റ് ആയിട്ട് ഗുഡ് വില്ലും പേറ്റന്റ് റൈറ്റ്സും ഉണ്ട്. അപ്പൊ ഇതും നമുക്ക് എലിമിനേറ്റ് ചെയ്യേണ്ടതായിട്ട് വരും. 90,000 കൂടെ നമുക്ക് എലിമിനേറ്റ് ചെയ്യേണ്ടതായിട്ട് വരാം. ബാക്കി എന്തെങ്കിലും ക്വസ്റ്റിനിൽ സ്പെസിഫിക് ആയിട്ട് പറയുന്നുണ്ടോ എന്ന് നോക്കാം. അപ്പൊ ഇവിടെ 2,40,000, പിന്നെ ഈ 50, പിന്നെ ഈ 40 ആണ് സാധ്യതയിൽ വന്നിരിക്കുന്നത്. കാര്യം നമുക്ക് ഈ പറഞ്ഞ പോലെ റീകൺസ്ട്രക്ഷൻ നടത്തുമ്പോൾ ഫണ്ട് അവൈലബിൾ ആകുന്ന കാര്യം കൂടെ നോക്കണം. പ്രയോറിറ്റി എന്ന് പറയുന്നത് ലോസിനെ എലിമിനേറ്റ് ചെയ്യുക, അതിനുശേഷമാണ് ഇൻടാഞ്ചിബിൾ അസറ്റ്, അതിനുശേഷമാണ് ഫിക്സ്ഡ് അസറ്റിന്റെ ഡിപ്രീസിയേഷനും കറന്റ് അസറ്റിന്റെ ഡിക്രീസും കൺസിഡർ ചെയ്ത് പോകുന്നത്. Now, current asset stock 1,60,000, trade receivable 2,15,000, cash 5,000. Balance sheet total 7,60,000. ഇനി ഇതിന്റെ സ്കീം എങ്ങനെയാണ്, റീകൺസ്ട്രക്ഷൻ സ്കീം എന്താണെന്നുള്ളതാണ് ക്വസ്റ്റ്യൻ പറഞ്ഞിരിക്കുന്നത്. ഇക്വിറ്റി ഷെയർസ് ആർ ടു ബി റെഡ്യൂസ് ടു ഈക്വൽ നമ്പർ ഓഫ് ഫുള്ളി പേ ഷെയർസ് ഓഫ് ₹50 ഈച്ച്. അതായത് 100 രൂപയുള്ള ഷെയർ 50 രൂപയായിട്ട് കുറയ്ക്കുന്നു. അപ്പൊ ഇവിടെ നമുക്ക് 2 ലക്ഷം രൂപ കിട്ടും. ക്ലിയർ? ദെൻ 7% preference shares are to be reduced by 30% and the rate of dividend increased to 9%. 30% കുറവ് ഇവർ തരുന്നുണ്ട്. അതായത് 30% പറയുമ്പോൾ 60,000 റുപ്പീസ് ഇവർ വേണ്ടാന്ന് വെക്കുന്നു. പക്ഷെ റേറ്റ് കൂടുകയാണ്. അപ്പൊ 30% കുറയുമ്പോഴത്തേക്കും ഇതിന്റെ ക്യാപിറ്റൽ വാല്യൂ എന്ന് പറയുന്നത് 70 രൂപയായിട്ട് കൂടും. സോ 1,40,000 ആയിരിക്കും റിട്ടേൺ ചെയ്യുന്നത്. ബാക്കി 60 ക്യാപിറ്റൽ റിഡക്ഷൻ കിട്ടും. അപ്പൊ 2,60,60,000 രൂപയായി. ഇനി മൂന്നാമത്തെ, ദ വാല്യൂ ഓഫ് ലാൻഡ് ആൻഡ് ബിൽഡിംഗ്സ് ടു ബി ഇൻക്രീസ് ബൈ 10%. കൊള്ളാലോ, അസറ്റിന്റെ വാല്യൂ കൂടുന്നു. ലാൻഡ് ആൻഡ് ബിൽഡിംഗ് 1,40,000 ഉണ്ട്, അതിന്റെ 10%. അപ്പൊ 14,000 രൂപയും കൂടെ നമുക്ക് ക്യാപിറ്റൽ റിഡക്ഷനിൽ കിട്ടുന്നു. ദെൻ ഡിബഞ്ചേഴ്സ് ആർ ടു ബി റെഡ്യൂസ്ഡ് ബൈ 20%. ഡിബഞ്ചേഴ്സ് 20% അവരും വേണ്ടാന്ന് വെക്കുകയാണ്. അപ്പൊ 10% പറയുമ്പോൾ 20,000, 20% പറയുമ്പോൾ 40,000 രൂപ അവർ വേണ്ടാന്ന് വെക്കുന്നു. അത്രയും കൂടെ നമുക്ക് ഫണ്ടിലേക്ക് കിട്ടുന്നു. ഓൾ നോമിനൽ ആൻഡ് ഫിക്ടീഷ്യസ് അസറ്റ്സ് ആർ ടു ബി എലിമിനേറ്റഡ് and balance used to right of patents. Okay, അപ്പൊ നമുക്ക് ഗുഡ് വില്ല് റൈറ്റ് ഓഫ് ചെയ്യാം 50,000. ക്യാപിറ്റൽ റിഡക്ഷന്റെ ഫണ്ടിന്റെ അവൈലബിലിറ്റി അനുസരിച്ച് പേറ്റന്റ് റൈറ്റ്സും കൂടെ നമുക്ക് മീൻസ് റൈറ്റ് ഓഫ് ചെയ്യാനായിട്ടുള്ള പ്രൊവിഷൻ ഉണ്ട്. ഫർദർ ഇക്വിറ്റി ഷെയർസ് ആർ ടു ബി ഇഷ്യൂഡ് ഫോർ ₹50,000. 50,000 രൂപയുടെ ഷെയർ ഇഷ്യൂ ചെയ്തിട്ടുണ്ട്. അത് റീകൺസ്ട്രക്ഷനുടെ അല്ല, വർക്കിംഗ് ക്യാപിറ്റൽ മാനേജ്മെന്റ് എന്നുള്ള രീതിയിൽ ക്യാഷ് കളക്ട് ചെയ്യാൻ വേണ്ടിയായിരിക്കും 50,000 രൂപ. 500 ഷെയർ ആണ്. അപ്പം അഡീഷണൽ 500 അല്ല, 1000 ഷെയർ 50 രൂപയായിട്ട് കുറച്ചല്ലോ. അപ്പൊ 1000 ഷെയർ അറ്റ് ദ റേറ്റ് ഓഫ് ₹50 ഈച്ച് ഫർദർ ഇഷ്യൂ നടത്തിയിരിക്കുന്നു. അപ്പൊ നമുക്ക് എത്രയാണ് ഫണ്ടിന്റെ അവൈലബിലിറ്റി എന്ന് കൂടെ നോക്കാം. ഇവിടെ നമുക്ക് മിനിമം 2,40,000, പിന്നെ ഇവിടുത്തെ ഒരു 50,000, 2,90,000 രൂപ നമുക്ക് ഏറ്റവും കുറഞ്ഞ പക്ഷം നമുക്ക് റൈറ്റ് ഓഫ് ചെയ്യാനായിട്ടുണ്ട്. ഫണ്ടിന്റെ അവൈലബിലിറ്റി അനുസരിച്ചാണ് ബാക്കി നമുക്ക് കൺസിഡർ ചെയ്യേണ്ടത്. അപ്പൊ ഇവിടെ നമുക്ക് ഓരോന്ന് നോക്കാം. ഇക്വിറ്റി ഷെയർ ക്യാപിറ്റൽ 4 ലക്ഷത്തിൽ നിന്ന് 2 ലക്ഷം കിട്ടുന്നു. നമുക്ക് ചുമ്മാ നോക്കാം.
ഇക്വിറ്റി ക്യാപിറ്റൽ 2 lakh തന്നു. പ്രിഫറൻസ് ഷെയർ ക്യാപിറ്റൽ അവര് നമുക്ക് 60,000 ആണ് പറഞ്ഞിരിക്കുന്നത്. ഡിബഞ്ചേഴ്സ് 40,000 ആണ് പറഞ്ഞിരിക്കുന്നത്. ലാൻഡ് ആൻഡ് ബിൽഡിംഗ് വാല്യൂ അപ്രീഷിയേറ്റ് ചെയ്തിട്ടുണ്ട്. അതൊരു 14,000 രൂപയാണ് കിട്ടുന്നത്. അപ്പൊ എല്ലാം കൂടെ നമുക്ക് ഫണ്ട് എത്ര വരുമെന്ന് ആദ്യം നോക്കാം. $3,14,000 രൂപയാണ് ക്യാപിറ്റൽ റിഡക്ഷനിലേക്ക് നമുക്ക് വരുന്നത്. നിങ്ങൾ ആദ്യം ഒരു വർക്കിംഗ് നോട്ടൊക്കെ ചെയ്തു പോവാണെങ്കിൽ കുറച്ചുകൂടെ എളുപ്പമാണ്. ഇനിയും ഏതിനൊക്കെയാണ് ഉപയോഗിക്കേണ്ടത്? പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട്, അത് 2 ലക്ഷമാണ്. Then discount on issue of debentures. ഡിസ്കൗണ്ട് ആണോ ലോസ് ആണോ നോക്കട്ടെ. ഡിസ്കൗണ്ട് ആണ്. ഇഷ്യൂ ഓഫ് ഡിബഞ്ചേഴ്സ് അതൊരു 15,000 രൂപയാണ്. Then പ്രിലിമിനറി എക്സ്പെൻസസ് 20,000 രൂപ. പിന്നെ നമുക്ക് ഗുഡ്വിൽ, ഗുഡ്വില്ലിന്റെ വാല്യൂ 50,000 ആണ്. ഇത് കഴിഞ്ഞിട്ട് ബാലൻസ് എമൗണ്ട് വല്ലതും ഉണ്ടെങ്കിൽ നമുക്ക് പേറ്റന്റ് റൈറ്റിലേക്ക് നമുക്ക് അതും റൈറ്റ് ഓഫ് ചെയ്യാനായിട്ട് പറ്റും. അപ്പൊ ബാലൻസ് എമൗണ്ട് എത്രയുണ്ടെന്നാണ് നമ്മൾ നോക്കുന്നത്. 2 ലക്ഷമാണ്, സോറി 3,14,000 ആണ് നമുക്ക് അവൈലബിൾ ആയിട്ടുള്ള എമൗണ്ട്. അതിൽ നിന്ന് 2 ലക്ഷം ആദ്യം മൈനസ് ചെയ്യുക, പിന്നെ 15,000, പിന്നെ 25,000, പിന്നെ 50,000 മൈനസ് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് അവൈലബിൾ ആയിട്ടുള്ള ഫണ്ട് എന്ന് പറയുന്നത് 24,000 ആണ്. യൂസ്ഡ് ഫോർ റൈറ്റിംഗ് ഓഫ് it can be utilized for writing of patent rights. Okay, used for patent rights. ഇതാണ് റിട്ടേൺ ഓഫ് എമൗണ്ട് എന്ന് പറഞ്ഞ് നമുക്ക് കാണിക്കാവുന്നത്. റിട്ടേൺ ഓഫ് ബാലൻസ് വേണ്ട, റിട്ടേൺ ഓഫ് ബാലൻസ് എന്നൊന്ന് കാണിക്കുന്നത് റിട്ടേൺ ഓഫ് എമൗണ്ട്. യൂസ്ഡ് ഫോർ ആണേ, സോറി ഓഫ് അല്ല. അപ്പൊ നമുക്ക് ഇത്രയും ഇൻഫർമേഷൻ കിട്ടിയിട്ടുണ്ടെങ്കിൽ ഇനി നമുക്ക് ഓരോന്നിന്റെയും കേസ് വെച്ചിട്ട് നമുക്ക് ജേർണൽ എൻട്രി എഴുതാം. അത് ഈക്വിറ്റി ഷെയർ ക്യാപിറ്റൽ ആണ്. അപ്പൊ നമുക്ക് എൻട്രി എഴുതുന്ന കേസ് നോക്കാം. ഞാൻ ഇതൊന്ന് കട്ട് ചെയ്യുവാണ് ഇവിടുന്ന്. ഇതിലാന്ന് ചോദിച്ചു കഴിഞ്ഞാല് അപ്പൊ ആദ്യം ഇക്വിറ്റി ഷെയറിന്റെ എൻട്രി ആണ്. ഓൾ ഇക്വിറ്റി ഷെയർ ക്യാപിറ്റൽ അക്കൗണ്ട് ഡെറ്റർ $4 ലക്ഷം രൂപയായിരുന്നേ.
to new equity share capital $2 lakh to capital reduction നിങ്ങൾക്ക് വേണേ റീകൺസ്ട്രക്ഷൻ അക്കൗണ്ട് എന്ന് എഴുതാം 2 lakh. നറേഷൻ നമുക്ക് എന്ത് പറയാം? ഇക്വിറ്റി ഷെയർ ഹോൾഡേഴ്സ് reduced face value from 100 to 50. ഏറ്റവും സിമ്പിൾ ആയിട്ട് അങ്ങ് പറയാം. ഓക്കെ, ഇനി അടുത്ത എന്താണ്? പ്രിഫറൻസ് ഷെയർസ് ആണ് പറഞ്ഞിരിക്കുന്നത് അല്ലേ? 7% 9% ആയിട്ട് മാറും. അപ്പൊ നമുക്കിവിടെ ഡെബിറ്റ് ചെയ്യേണ്ടത് 7% പ്രിഫറൻസ് ഷെയർ ക്യാപിറ്റൽ കോൺട്രാക്ടർ $2 lakh ആണ്. to 9% preference share capital $1,40,000 70 രൂപയായിട്ടാണ് കുറയ്ക്കുന്നത്. ഓക്കെ, to capital reduction $60,000. ഇതിന്റെ നറേഷൻ എന്ത് കൊടുക്കാം നമുക്ക്? പ്രിഫറൻസ് shareholders reduced their value by 70%. ഇനി നിങ്ങൾക്ക് വേണമെങ്കിൽ എഴുതാം, റേറ്റും ചേഞ്ച് ചെയ്യുന്നൊക്കെ വേണമെന്നുണ്ടെങ്കിൽ എഴുതി പോകാന്നേ ഉള്ളൂ. അതിനൊന്നും ഒരു ബുദ്ധിമുട്ടുള്ള കാര്യമില്ല. സമയം കുറവായതുകൊണ്ട് ലെങ്ത് വീഡിയോ ആയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരുപാട് ബുദ്ധിമുട്ട് വരുന്നതുകൊണ്ട് ഞാനത് സ്കിപ്പ് ചെയ്യാം. ഇനി മൂന്നാമത്തെ കേസ് എന്ന് പറയുന്നത് വാല്യൂ ഓഫ് ലാൻഡ് ആൻഡ് ബിൽഡിംഗ്സ് ടു ബി ഇൻക്രീസ് ബൈ 10%. ഇവിടെ ലാൻഡ് ആൻഡ് ബിൽഡിംഗിന്റെ വാല്യൂ 1,40,000 ആണ്. 10% പറയുമ്പോൾ 14,000. നമുക്കപ്പോൾ ലാൻഡ് ആൻഡ് ബിൽഡിങ്ങിനെ ഡെബിറ്റ് ചെയ്യാം. ലാൻഡ് ആൻഡ് ബിൽഡിംഗ് അക്കൗണ്ട് അസറ്റിന്റെ വാല്യൂ കൂടണമെങ്കിൽ അസറ്റിനെ ഡെബിറ്റ് ചെയ്യണം. 14,000 to capital reduction 14,000. നറേഷൻ എന്താണ്? ലാൻഡ് ആൻഡ് ബിൽഡിംഗ് appreciated by 10%. ഇനി നമുക്ക് അടുത്ത എൻട്രി എന്ന് പറയുന്നത് ഡിബെഞ്ചേഴ്സിന്റെ ആണ്. 20% കുറഞ്ഞു. അപ്പൊ ഇവിടുത്തെ ഡിബെഞ്ചറിന്റെ റേറ്റ് എന്ന് പറയുന്നത് 6% ഡിബെഞ്ചർ തന്നെയാണ്. അപ്പൊ അത് ക്യാൻസൽ ചെയ്യുന്നതായിട്ട് എഴുതേണ്ട. റേറ്റിലൊന്നും ചേഞ്ച് ചെയ്തിട്ടില്ലാത്തതുകൊണ്ട് നമുക്ക് എത്ര എമൗണ്ട് ആണ് ക്യാപിറ്റൽ റിഡക്ഷൻ വന്നത് അത്ര എമൗണ്ട് നേരെ അങ്ങ് കാണിച്ചേക്കാം. 6% ഡിബെഞ്ചേഴ്സ് അക്കൗണ്ട് ഡെറ്റർ ടു ക്യാപിറ്റൽ റിഡക്ഷൻ നേരിട്ട് അങ്ങ് എഴുതിയേക്കാം കേട്ടോ. എത്ര എമൗണ്ട് അവർ വേണ്ടാന്ന് വെച്ചിരിക്കുന്നത്? 40,000 ആണ്. ഇവിടെ നമ്മൾ 6% ഡിബെഞ്ചേഴ്സ് അക്കൗണ്ട് ഡെറ്റർ 2 lakh, then 6% ഡിബെഞ്ചേഴ്സ്
1,60,000, then 2 capital reduction 40,000 എന്ന് എഴുതി സമയം കളയേണ്ട ആവശ്യമൊന്നുമില്ല. നമുക്കിവിടെ സെയിം തന്നെയാണ്, അവരുടെ ക്ലെയിം മാത്രം ഒന്ന് കുറച്ചെന്നുള്ളതാണ്. അപ്പൊ നമുക്കിവിടെ നമുക്ക് നറേഷൻ കൊടുക്കാമെന്ന് പറയുന്ന കാര്യം വെച്ച് കഴിഞ്ഞാൽ ഡിബഞ്ചേഴ്സ് റെഡ്യൂസ്ഡ് 6% ഡിബഞ്ചേഴ്സ് അല്ലെങ്കിൽ ഡിബഞ്ചർ ഹോൾഡേഴ്സ് reduced their claim by 20%. Clear? ഇനി നമുക്ക് അടുത്ത എൻട്രി എന്താണ്? ഇനി റൈറ്റ് ഓഫ് ചെയ്യുന്നതിന്റെ എൻട്രി നമുക്ക് എഴുതാം. റൈറ്റ് ഓഫ് ചെയ്യുന്ന എൻട്രി എഴുതുമ്പോഴത്തേക്കും നമുക്കിപ്പം ഇവിടെ എത്രയാണ് അവൈലബിൾ ആയിട്ട് ക്യാപിറ്റൽ റിഡക്ഷൻ അക്കൗണ്ട്. ഇവിടെ ഒരു സ്പെല്ലിംഗ് മിസ്റ്റേക്ക് ഉണ്ട്, ഐ എം സോറി. ക്യാപിറ്റൽ റിഡക്ഷൻ $2 lakh ഉണ്ട്, 60 ഉണ്ട്, 14,000 ഉണ്ട്, then 40. അപ്പൊ നമുക്ക് 3 lakh നമ്മൾ നേരത്തെ കാൽക്കുലേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. 3,14,000 ആണ് നമുക്ക് ക്യാപിറ്റൽ റിഡക്ഷൻ അക്കൗണ്ടിൽ ഇപ്പോൾ അവൈലബിൾ ആയിരിക്കുന്നത്. സോ ക്യാപിറ്റൽ റിഡക്ഷൻ അക്കൗണ്ട് ഡെറ്റർ നമുക്ക് റൈറ്റ് ഓഫ് ചെയ്യാൻ 3-4 ഐറ്റം ഉണ്ട്. അപ്പൊ ഞാൻ ആവശ്യത്തിനുള്ള കോളംസ് ഒക്കെ ഒന്ന് ആഡ് ചെയ്യുകയാണ്. ടു പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട്, ഇവിടെ നമുക്ക് 3,14,000 ആണ്. പി ആൻഡ് എൽ അക്കൗണ്ട് നമുക്ക് 2 ലക്ഷമാണ്. Then to discount on issue of debentures 15,000 ആണ്. Then preliminary expenses $25,000 ആണ് നമുക്ക് വന്നിരിക്കുന്നത്. preliminary expenses 25,000. ഞാൻ പറഞ്ഞു അടുത്തത് നമുക്ക് ഗുഡ് വില്ല് റൈറ്റ് ഓഫ് ചെയ്യാം ഫുൾ വാല്യൂയിലും. അത് 50,000 ആയിരുന്നു. നിങ്ങൾ അക്കൗണ്ട് എന്നൊക്കെ എഴുതി പൊക്കോണം കേട്ടോ. ഗുഡ് വില്ല് നമുക്ക് 50,000. ഇനി ഇതിനകത്ത് നമുക്ക് ബാലൻസ് ഉണ്ടെങ്കിൽ നമ്മൾ ആ വർക്കിംഗ് നോട്ട് ചെയ്തില്ലെങ്കിൽ നിങ്ങൾക്ക് വേണേൽ ചെയ്തു പോകാനുള്ള കാര്യമേ ഉള്ളൂ. ഇവിടെ നിങ്ങൾ കാൽക്കുലേറ്റർ ചെയ്ത് നോക്കുവാണെങ്കിൽ 3,14,000 മൈനസ് 2 lakh minus 15,000 minus 25,000 minus 50,000 will get you 24,000. അത് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ അങ്ങനെ കണ്ടുപിടിച്ചിട്ട് നമുക്ക് ചെയ്യാം. വർക്കിംഗ് നോട്ട് ചെയ്യണമെന്നൊന്നും നിർബന്ധമില്ല. പേറ്റന്റ് റൈറ്റ്സ് 24,000. നറേഷൻ എന്ത് എഴുതാം? നമുക്ക് നറേഷൻ വരെ റൈറ്റ് ഓഫ് ലോസസ് ആൻഡ് intangible asset, written off. Intangible assets. ഇനി നമുക്ക് ഒരു എൻട്രിയും കൂടെ എഴുതാനുള്ളൂ. അത് മറ്റൊന്നുമല്ല, നമുക്ക് അഡീഷണൽ ആയിട്ടുള്ള ഒരു ഷെയർ ഇഷ്യൂ ചെയ്യുന്ന ഒരു കാര്യം പറഞ്ഞിട്ടുണ്ട്. സോ ബാങ്ക് അക്കൗണ്ട് ആയിട്ട് ഇക്വിറ്റി ഷെയർ ക്യാപിറ്റൽ നോർമൽ എൻട്രി ആണ്. ബാങ്ക് അക്കൗണ്ട് ഡെറ്റർ ടു
ഷെയർ ക്യാപിറ്റൽ. നറേഷൻ നമുക്ക് എന്ത് കൊടുക്കാം? ഫർദർ ഇഷ്യൂ ഓഫ് equity. Further issue of equity capital. Amount 50,000. ഓക്കെ, അപ്പൊ ഇനി ഇതിന് ശേഷം നമുക്ക് കൃത്യമായിട്ട് ഒരു ബാലൻസ് ഷീറ്റിന്റെ പ്രിപ്പറേഷനിലേക്ക് നമുക്ക് പോകാം. നിങ്ങൾ ചെയ്യേണ്ട ഒരു കാര്യം വെച്ച് കഴിഞ്ഞാല് എക്സിസ്റ്റിംഗ് ബാലൻസ് ഷീറ്റിൽ ചേഞ്ചസ് ഒന്നും ഇല്ലാത്ത കാര്യങ്ങളുണ്ടെങ്കിൽ അത് കൃത്യമായിട്ട് തന്നെ നമ്മൾ അത് റെക്കോർഡ് ചെയ്ത് പോവുക. ഓക്കെ, നമുക്കിവിടെ ക്രെഡിറ്റേഴ്സിന്റെ ബാലൻസിൽ വലിയ വ്യത്യാസമൊന്നും ഇല്ലായിരുന്നു, അത് അതുപോലെ തന്നെ നമുക്ക് എഴുതി പോകാം. ചേഞ്ചസ് വരുന്നത് മാത്രം നമുക്ക് ലാസ്റ്റ് ഇൻകോർപ്പറേറ്റ് ചെയ്താൽ മതി. ഇവിടെ നോക്കുവാണെങ്കിൽ കറണ്ട് അസറ്റിന്റെ ഭാഗത്ത് നോക്കുവാണെങ്കിൽ സ്റ്റോക്കിൽ വ്യത്യാസമൊന്നുമില്ല. സ്റ്റോക്ക് നമുക്ക് പഴയ സ്റ്റോക്കിന്റെ വാല്യൂ, സ്റ്റോക്കും ഡെറ്റേഴ്സും ക്യാഷ് അറ്റ് ബാങ്കും, അതായത് 1,60,60,000, 2,15,000 ഉണ്ട്. ക്യാഷ് അറ്റ് ബാങ്കിന് വ്യത്യാസം വരുന്നുണ്ട്, കാര്യം ഫർദർ ഇഷ്യൂ തന്നിട്ടുള്ളതുകൊണ്ട് ക്യാഷ് അറ്റ് ബാങ്കിൽ വ്യത്യാസം വരും. ഈ രണ്ട് ഐറ്റത്തിന് വ്യത്യാസമില്ല, 1,16,000, 2,15,000. ഇത്ര നമുക്ക് എന്തായാലും എഴുതി വെക്കാം, നമുക്ക് വലിയ വ്യത്യാസങ്ങളൊന്നും വരുന്നില്ല. നിങ്ങൾക്ക് ഒരു ബാലൻസ് ഷീറ്റിന്റെ ഫോർമാറ്റ് കൃത്യമായിട്ട് അത് മനസ്സിലാക്കിയിട്ട് അതിനകത്തോട്ട് ഇത് ഇൻകോർപ്പറേറ്റ് ചെയ്യണം. ഇനി നമുക്ക് ഓരോ ഐറ്റം നോക്കാം. ഇക്വിറ്റി ഷെയർ ക്യാപിറ്റൽ നേരത്തെ ബാലൻസ് ഷീറ്റ് വെച്ച് നോക്കുവാണെങ്കിൽ 4,000 ഉണ്ടായിരുന്നുള്ളൂ. ഒരു 500ന്റെ അഡീഷണൽ ഇഷ്യൂ നടന്നിട്ടുള്ളത് കൊണ്ട് തന്നെ 500ന്റെ അല്ല 1,000, 50 രൂപ വെച്ചാണ് ഇപ്പം. അപ്പോൾ 1000ത്തിന്റെ അഡീഷണൽ ഇഷ്യൂ നടന്നുകൊണ്ട് 5,000 ആയി. സോ അതിന്റെ വാല്യൂ എന്ന് പറയുന്നത് 2,50,000 ആണ്. 5,000 into 50 എന്ന് പറയുമ്പോൾ പ്രിഫറൻസ് ഷെയർസിന്റെ 7% ഉള്ളത് 8% ആയി, അതിന്റെ വാല്യൂ 70 ആയിട്ട് മാറിയിരിക്കുന്നു. സോ 1,40,000. റിസർവ്സ് ആൻഡ് സർപ്ലസിൽ ഇനി ഒരു ഐറ്റം പോലും ഇല്ല, അവിടെ ഉണ്ടായിരുന്ന നെഗറ്റീവ് ബാലൻസ് എല്ലാം നമ്മൾ കളഞ്ഞു. ഡിബഞ്ചേഴ്സ് എന്ന് പറയുന്നത് 20%, അപ്പം അതിന്റെ 80, നേരത്തെ ഉണ്ടായിരിക്കുന്ന 2,00,000ന്റെ 80% പറയുമ്പോൾ 1,60,000 ആണ്. നോക്കി ഇത് എഴുതി കഴിഞ്ഞപ്പോഴത്തേക്കും ബാലൻസ് ഷീറ്റിന്റെ ടോട്ടൽ എന്ന് പറയുന്നത്, ലൈബിലിറ്റി സൈഡിന്റെ ടോട്ടൽ എന്ന് പറയുമ്പോൾ 7,50,000 ആണ്. വേറെ ഒരു ഐറ്റം ഇല്ല. ഇനിയിപ്പോ നമുക്കിവിടെ കറന്റ് ലൈബിലിറ്റീസ്, അസറ്റിലേക്ക് വരാം. പ്ലാൻ പ്രോപ്പർട്ടി ആൻഡ് എക്യുപ്മെന്റിൽ ലാൻഡ് ആൻഡ് ബിൽഡിങ്സ് 1,40,000 ആയിരുന്നു ഉണ്ടായിരുന്നത്. അതിന്റെ കൂടെ ഒരു 14,000 അപ്രീസിയേഷൻ വന്നപ്പോൾ 1,54,000. നിങ്ങൾ ഇന്നർ കോളത്തിലേക്ക് വേണേൽ ചെയ്യാം, അല്ലെങ്കിൽ ഇവിടെ ബ്രാക്കറ്റ് കാണിച്ചാലും മതി. 1,54,000. പ്ലാന്റ് ആൻഡ് മെഷീനറി അതിന് ചേഞ്ചസ് ഒന്നും ഇല്ലായിരുന്നു കേട്ടോ, അത് നമുക്ക് എഴുതാമായിരുന്നു. 1,50,000 എന്ന് പറയുന്ന ഒരു വാല്യൂ ആയിരുന്നു, അതിന് ചേഞ്ച് വന്നിട്ടില്ലായിരുന്നു. നമുക്ക് വേണമെങ്കിൽ ആദ്യം തന്നെ അതും എഴുതി വെക്കാവുന്നതായിരുന്നു. പേറ്റന്റ് റൈറ്റ്സ് ഇവിടെ കുറച്ച് വ്യത്യാസം വരുന്നുണ്ട്. 40,000 രൂപയായിരുന്നു പേറ്റന്റ്, അതിൽ 24,000 രൂപ വരെ നമുക്ക് എഴുതി കളയാൻ പറ്റി. പോയിട്ട് 16,000 രൂപയാണ് പേറ്റന്റിന്റെ എമൗണ്ട് എന്ന് പറയുന്നത്. ക്യാഷിന്റെ കാര്യം വരുമ്പോഴത്തേക്കും ക്യാഷ് പഴയ ബാലൻസ് ഷീറ്റ് നോക്കിയ ഒരു 5,000 രൂപ ഉണ്ടായിരുന്നു, അതിന്റെ കൂടെ ഒരു 50,000 രൂപയുടെ അഡീഷണൽ ഇഷ്യൂ നടത്തിയപ്പോൾ 55,000 രൂപയാണ് കിട്ടിയിരിക്കുന്നത്. സോ 55,000 നോക്കിയ 7,50,000. ഇത്രേ ഉള്ളൂ. അപ്പൊ ഇന്ത്യൻ റീകൺസ്ട്രക്ഷന്റെ ഒരു ബാലൻസ് ഷീറ്റ് റിലേറ്റഡ് ആയിട്ട് ഒരു പ്രോബ്ലം വന്നാൽ നിങ്ങൾക്ക് വളരെ കൃത്യമായിട്ട് തന്നെ എഴുതി ഇവിടെ ഏതൊക്കെയാണ് കുറഞ്ഞത്, ഏതൊക്കെയാണ് കൂടിയിരിക്കുന്നുള്ളത് മാത്രം ഒന്ന് നോക്കുക. ഒരു ചേഞ്ചും വരാത്ത ഐറ്റംസിനെ നമുക്ക് അതുപോലെ നമുക്ക് റീറ്റെയിൻ ചെയ്യാനായിട്ടുള്ള എല്ലാ പ്രൊവിഷനും ഉണ്ടെന്നാണ് മനസ്സിലാക്കേണ്ടത്. അപ്പൊ എല്ലാവർക്കും മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഒന്ന് ചെയ്ത് നോക്കുക, വളരെ സിമ്പിൾ ആണ്. വളരെ കോൺഫിഡൻസ് ബൂസ്റ്റ് ചെയ്യാവുന്ന ഒരു ഏരിയ ആണ് ഇന്റേണൽ റീകൺസ്ട്രക്ഷൻ. കാര്യം ഇവിടെ ഒന്നും നമുക്ക് മാർക്ക് നഷ്ടപ്പെടുത്തേണ്ട ഒരാവശ്യമില്ല. ഈ പറയുന്ന കാര്യങ്ങൾ പഠിച്ചു കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി അതിന്റെ കണക്ട് ചെയ്തിട്ടുള്ള തിയറീസും ഒക്കെ നമുക്ക് എഴുതാൻ പറ്റും. ഇതിനകത്ത് തിയറി എന്ന് പറഞ്ഞാൽ ഈ പറയുന്ന എൻട്രീസ് റിലേറ്റ് ചെയ്തൊക്കെ തന്നെയുള്ള തിയറീസ് ഒക്കെയാണ് കൂടുതൽ വരുന്നത്. ക്യാപിറ്റൽ റിഡക്ഷന്റെ പ്രൊസീജിയർ ചോദിച്ചു കഴിഞ്ഞാൽ ഇത് എഴുതാൻ അറിയാവുന്നുണ്ടെങ്കിൽ കൃത്യമായിട്ട് തന്നെ നമുക്കിത് ചെയ്തു പോകാനായിട്ട് പറ്റും എന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അപ്പൊ എല്ലാവർക്കും മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. അപ്പൊ നമുക്ക് അടുത്തൊരു വീഡിയോയുമായിട്ട് വരാം. അതുവരത്തേക്കും നമുക്കൊന്ന് സൈൻ ഓഫ് ചെയ്തേക്കാം. താങ്ക് യു, ബൈ ബൈ.